ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. സോ രാവിലെ തന്നെ എണീച്ച് ആസ് യൂഷ്വൽ കർട്ടൻസ് എല്ലാം തുറന്ന് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നല്ല ഫ്രഷ് കോണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ളത് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട്, അറിയാമല്ലോ കോണൊക്കെ വേവിക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ കോണ് വേവിച്ചിട്ടാകുമ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഇഡ്ഡലീൻ്റെ മാവ് അരച്ചിട്ട് ഇങ്ങനെ ഒരു കുടുക്കയിൽ ഒഴിച്ച് വെച്ചിട്ട് രാവിലത്തേക്ക് ഇതുപോലത്തെ നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഇഡ്ഡലി മാവ് ഇഡ്ഡലി തട്ടിലൊഴിച്ച് അങ്ങനെ ഓരോ തവി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത്, അതുപോലെ തന്നെ ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് റാഗിപ്പൊടി നമ്മളെ ഈ സാധാരണ ഇഡ്ഡലി മാവിലേക്ക് കുറച്ച് റാഗിപ്പൊടി ഇട്ടിട്ടുള്ള റാഗിപ്പൊടി പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, മുത്താറിപ്പൊടി. അത് ഇട്ടിട്ടൊന്ന് ഒരു ഇഡ്ഡലി ആക്കിയാലോ എന്നുള്ളൊരു പരീക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് റാഗിപ്പൊടി ഇട്ടിട്ട് ആ മാവിലേക്ക് കുറച്ച് റാഗിപ്പൊടി ഇട്ടിട്ടാകുമ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഇഡ്ഡലി നമ്മൾ അരക്കുന്ന, അതായത് ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഉച്ചക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്ന സമയത്തിന് ഉച്ചക്കത്തെ ലഞ്ചും കൂടി പ്രിപ്പയർ ചെയ്യും. അങ്ങനെ മത്തൻ വറവായിരുന്നു സ്പെഷ്യല്. ഇന്നത്തെ സ്പെഷ്യല് മത്തൻ വറവാണ്. അപ്പം മത്തനും ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ചട്ടിയിൽ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മളെ റാഗീൻ്റെ ഇഡ്ഡലിയും ഫ്ലോപ്പ് ആവാണ്ട് തന്നെ കൈമ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ കിട്ടി. അങ്ങനെ ഇഡ്ഡലി കിട്ടി. പിന്നെ നമ്മുടെ കോണും വെന്തിട്ടുണ്ടായി. പിന്നെ ഉച്ചക്കത്തേക്കുള്ള മീൻകറീൻ്റെ പ്രിപ്പറേഷനായി കാണുന്നത്, തക്കാളിയിൽ നല്ലോണം അടച്ചിട്ട് മുളക് പൊടിയും മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലീൻ്റെ കൂടെ ഇന്ന് സാമ്പാറില്ല, പകരം ചട്നി മാത്രമാണുള്ളത്. അപ്പോൾ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടുമ്പം ഫുള്ളായിട്ട് പൊട്ടിയാലേ നമുക്ക് അതിൻ്റെ ഒരു സ്വാദ് കിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു കാഴ്ച വയ്ക്കുന്നത് ഏതായാലും ആ കടുക് ഫുള്ളായിട്ട് പൊട്ടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടാകുമ്പം തേങ്ങ അരച്ച ചട്നിയും കൂടി ഒഴിച്ചു കൊടുത്ത്, അങ്ങനെ നമ്മളെ മീൻ കറിയിൽ മീനും ഇട്ട് കൊടുത്ത് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മീൻ ഇട്ട് കൊടുത്തിട്ട് അധികം ഇളക്കാൻ പാടില്ല, മീൻ പൊട്ടിപ്പോൾ. അങ്ങനെ ആകുമ്പോൾ നല്ല മുളകിട്ട മീൻ കറി ആയിട്ടുണ്ട്. നല്ല ചോറിൻ്റെ ഒപ്പം ഇത് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ പത്തില്, പൊറോട്ട. അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മത്തൻ നല്ല വറവായിട്ടുണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലിയും ചട്നിയും കൂട്ടി കഴിക്കുന്നു. അങ്ങനെ ഈ സാമ്പാർ ഇന്നില്ല, പകരം ചട്നി മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡിൽ കോഫി ഉണ്ട്, നല്ല കോഫി കൂട്ടി കുടിച്ച്. ഇത് കാഴ്ച വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കറിയിലേക്കാണ്. കറിയിൽ കുറച്ച് കടുക് വേണ്ട, കുറച്ച് ഉലുവയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി നല്ലോണം കാച്ചിയിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മീൻ കറിയും അവിടെ റെഡിയായി. പിന്നെ നമ്മൾ വേവിച്ച മത്തനും കാച്ചണ്ടേ. അപ്പം മത്തന് വേറൊരു സ്റ്റൈലിലാണ് കാച്ചാൻ. നിങ്ങൾ അങ്ങനെ കാച്ചലുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് ജീരകവും എണ്ണയും കൂടി ഇട്ടിട്ടാണ്, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടാണ്, കടുകും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മത്തൻ വറവിന് വേണ്ടി കാച്ചി. അങ്ങനെ മത്തൻ വറവ് റെഡിയായി. ചോറ് നല്ലോണം തിളക്കുന്നുണ്ട്. അങ്ങനെ ചോറും മീൻ കറിയും പപ്പടവും വറവും കൂട്ടിയിട്ട് കഴിച്ച്. പിന്നെ അങ്ങനെ വൈകുന്നേരം ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയ ബുൾസയും, പിന്നെ അതായത് സണ്ണി സൈഡ് അപ്പും, പിന്നെ കായ് വാട്ടിയതും ബ്രെഡ് വാട്ടിയും നല്ല ചായ ഉണ്ടായേ. ഫോർ മോർ വീഡിയോസ് ഡെയിലി വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
gentle sigh.